ഇജ്ജാതി പടവുമായിട്ട് ഇനി മേലാൽ വരികയാണെങ്കിൽ ഒരു പടത്തിന്റെ ക്ലൈമാക്സിൽ ഹൗസ് ഫുൾ തിയേറ്ററിൽ ഫുൾ കൂവല് കാണാനുള്ള ഒരു ഭാഗ്യം തന്ന പടം പുഷ്പ 2 ദ റൂൾ. സുകുമാർ രചനയും സംവിധാനം നിർവഹിച്ച അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ആദ്യം തന്നെ മൈൽഡ് സ്പോയിലേഴ്സ് ഇതിൽ മുമ്പോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ബട്ട് സ്പോയിൽ ചെയ്യാനൊന്നും ഇല്ല. പടത്തിന്റെ പോസിറ്റീവ്സ് പറഞ്ഞാൽ, സാറേ പോസിറ്റീവ്സ് എഴുതാൻ മറന്നുപോയി എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട. മറന്നതല്ല, പോസിറ്റീവ്സ് പറയാനൊന്നും ഇല്ല കാര്യമായിട്ട്. ഒന്നുണ്ട് കേട്ടോ, വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീന്. അതായത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സൂപ്പർ സ്റ്റാർ നായകൻ സാരി ഉടുത്ത് പെൺവേഷത്തിൽ വന്ന് നിന്ന് അടിക്കുന്നു. അത് വെറൈറ്റി ആയിരുന്നു കേട്ടോ. പട്ടി. അതുപോലെ ഈ പ്ലോട്ട് ട്വിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ഈ പടത്തിൽ ശരിക്കും പറഞ്ഞ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഈ ജോണർ അല്ലെങ്കിൽ ജോൺറെ ഷിഫ്റ്റ് അല്ലെങ്കിൽ ജോണർ ചേഞ്ച് ആണ് കാണാൻ കഴിയുക. തുടക്കത്തിൽ ഇൻട്രോ ജപ്പാനിൽ കല്യാണരാമൻ, ജപ്പാനിൽ പുഷ്പരാജ്. പിന്നെ മഞ്ഞുമൽ ബോയ്സിലെ കുട്ടിക്കാലത്തെ ആ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ഉണ്ടല്ലോ, അത് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സുകുമാരേട്ടൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അല്ലു അർജുനും രശ്മിക മന്ദാനയും ചേർന്നുള്ള റൊമാൻസ്, അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു 2099 ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന ചില ബി ഗ്രേഡ് മലയാളം പടങ്ങളില്ലേ, നമ്മുടെ പഴയ ഷക്കീല ചേച്ചിയുടെ ഒക്കെ പടങ്ങൾ, അതിന് കുറച്ചുകൂടെ ക്വാളിറ്റി ഒക്കെ കാണും. അങ്ങനെ അവരുടെ റൊമാൻസ് അല്ല, ഈ കാണിച്ചു പോകുന്ന സോഫ്റ്റ് പോൺ സെക്ഷൻ. സത്യത്തിൽ രശ്മിക മന്ദാന വരുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒരു സോഫ്റ്റ് പോൺ സ്വഭാവമാണ്, ഒരു പക്ക ഏപ്പടം മൂഡ്. അത് കഴിഞ്ഞിടയ്ക്ക് ഫഹദ് ഫാസിൽ വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. പിന്നെ കുറെ നേരം പുഷ്പ 1ന്റെ സ്പൂഫാണ്. ഇന്റർവെല്ല് കഴിഞ്ഞ് കുറച്ച് കൊച്ചച്ചൻ ബാസം. ഇനി ഏറ്റവും അവസാനം നമ്മളെ എല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഫുൾ ജോൺറ ഇങ്ങനെ മാറിയിട്ട് ഒരു സോംബി മൂവിയായി മാറുകയാണ്. പക്ക ഹൊറർ സോംബി ത്രില്ലർ. അപ്പോഴാണ് നമ്മൾ ശരിക്കും തിരിച്ചറിയുന്നത് മനുഷ്യനെ കടിച്ചു മുറിച്ച് ചോര കുടിച്ചെടുക്കുന്ന ഒരു രക്തരക്ഷസാണ് അല്ലെങ്കിൽ സോംബിയാണ് പുഷ്പ എന്ന്. പുഷ്പ ദ കാനിബോൾ. പിന്നെ പടം കുറച്ച് കോമഡി ആവും. ലാസ്റ്റ് പുഷ്പയുടെ ചന്ദനക്കടത്തെല്ലാം കഴിഞ്ഞ് ചന്ദന മഴയായിട്ട്, അതായത് സിനിമ എന്നതിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത പടം സീരിയലായി മാറുകയാണ്. ഇത്രയേ ഉള്ളൂ പുഷ്പ 2. പിന്നെ അതിനിടയ്ക്ക് പുട്ടിന് വീര പോലെ അവിടെ ഇവിടെ കുറെ പാട്ടുകളും. ഇത് സത്യത്തിൽ എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് വേണം കാണാനായിട്ട്. ഇത് തെലുങ്കിലെ സൂപ്പർ സ്റ്റാറുകളുടെ പാൻ ഇന്ത്യൻ വമ്പൻ ബജറ്റ് പടങ്ങളെ ട്രോളിക്കൊണ്ടുള്ള ഒരു സ്പൂഫ് മൂവിയാണ്. ഇപ്പൊ പുഷ്പ 1നെ ട്രോളിക്കൊണ്ടുള്ള പടമാണിത്, പുഷ്പ 2. ഇനിയിപ്പോ പുഷ്പ 2നെ ട്രോളിക്കൊണ്ട് തേർഡ് പാർട്ട് വരുന്നുണ്ട്, പുഷ്പ 3 രാംപേജോ സീതപ്പേജോ അങ്ങനെ എന്തോ. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച വെറുപ്പീരിനുള്ള 2ാമത്തെ നാഷണൽ അവാർഡ് ഇത്തവണയും അല്ലു അർജുൻ കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ അവാർഡ് കൊടുത്തില്ലെങ്കിൽ ശ്രീവല്ലി എന്ന് വിചാരിച്ചാൽ മതി, മോദിജിയുടെ കസേര പോലും തെറിച്ചെന്ന് വരും. അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത് ഈ പടം ശരിക്കും നടക്കുന്ന ഇന്ത്യയിലൊന്നുമല്ല, വേറെ ഏതോ ഒരു യൂണിവേഴ്സിലാണ്. പുഷ്പ ദ റൂൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, പുഷ്പയുടെ വാഴ്ച അല്ലെങ്കിൽ പുഷ്പ ഇനി ഭരിക്കുന്നു, വാഴാൻ പോകുന്നു എന്നൊക്കെയല്ലേ. എന്നാൽ അതൊന്നുമല്ല സംഭവം. അവിടെയാണ് ഇതിന്റെ ബ്രില്യൻസ് ഇരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഓരോ റൂൾസിലെ നിയമങ്ങൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ഒരാളാണല്ലോ പുഷ്പ. അതുകൊണ്ട് പുള്ളി തന്നെ ഓരോ നിയമങ്ങൾ അങ്ങ് ഉണ്ടാക്കുകയാണ്. അതാണ് ഇടക്കിടയ്ക്ക് പുഷ്പയുടെ റൂൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ടൈറ്റിലും. ഇനിയിപ്പോ തേർഡ് പാർട്ട് പുഷ്പ 3 റാംപേജ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തവണ പുഷ്പ അമ്മൻ വേഷമാണ് കെട്ടിയതെങ്കിൽ അടുത്ത പാട്ടിൽ പുഷ്പ രാമന്റെ വേഷം ഇട്ടിട്ട് രാമായണത്തിലെ പേജ് വല്ലതും വലിച്ചു കീറുന്നതായിരിക്കും പുഷ്പ 3 ദ റാംപേജ്. സോ മൊത്തത്തിൽ പെർഫോമൻസിൽ എല്ലാവരും ഒന്നിനൊന്നും മികച്ചതായിരുന്നു. എങ്ങനെ ഓവർ ആക്കാം എന്നതിൽ അല്ലു അർജുൻ പുഷ്പയായിട്ട് തകർത്ത് ഓവർ ആക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നാഷണൽ അവാർഡ് ഇത് എഴുതി വെച്ചോ കേട്ടോ. ഇനിയിപ്പോൾ രശ്മിക മന്ദാന, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളർന്ന് ഒരു ഏപ്പടം ഹീറോയിൻ എന്ന വളരെ ലോ ലെവൽ വരെ എത്തി നിൽക്കുകയാണ്. ഇതിനൊക്കെ ഡബ് ചെയ്ത ആർട്ടിസ്റ്റുകളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇതിന്റെ മലയാളം ഡബ്ബിംഗ് കഴിഞ്ഞ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടി ഇരുന്ന് കൂട്ടച്ചിരിയായിരുന്നേനെ. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ചിരിച്ച് മണ്ണും കപ്പും കല്ലും തപ്പും. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ പ്രോഗ്രസീവ് ആണെന്ന് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് സുകുമാരേട്ടൻ ഇതിലെ പുഷ്പയെ കൊണ്ട് ഭാര്യയുടെ കാല് പിടിപ്പിക്കുന്നു, കക്കൂസിൽ കൊണ്ടിരുത്തുന്നു, സംസ്ഥാനത്തിന്റെ ഭരണം വരെ മാറ്റുന്നു, എന്തൊക്കെയായിരുന്നു. പിന്നെ വെറുതെ ഒരിടത്ത് നിൽക്കുന്ന അമ്മയുടെ കാല് ചുമ്മാ കയറി ചെന്ന് പിടിച്ചിട്ട് അയ്യോ എന്റെ എന്ന് അവരെ കൊണ്ട് പേടിപ്പിച്ചിട്ട് അമ്മപ്പാസം എന്ന് പറയിപ്പിക്കുന്നു. ഇങ്ങനെ പേടിക്കലടാ. അങ്ങനെ എന്തൊക്കെയോ ഹോബികളാണ് പുഷ്പയ്ക്ക്. പിന്നെ ഫഹദ് ഫാസിൽ, പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഇതുപോലെ ഭൂലോക തോൽവിയായിട്ടുള്ള, ഭൂലോക ദുരന്തമായിട്ടുള്ള, ഭൂലോക പൊട്ടനായിട്ടുള്ള ഒരു വില്ലൻ എനിക്ക് തോന്നുന്നു ലോക സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടാവില്ല. ഇത്രയും നല്ലൊരു നടൻ എന്ത് കണ്ടിട്ടാണ് ഇതുപോലൊരു പൊട്ടപ്പടത്തിൽ ഇത്രയും തല്ലിപ്പുള്ളി റോൾ ചെയ്തെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കഴിഞ്ഞ പാട്ടിൽ പുള്ളിയുടെ തുണി ഉരിച്ചു നിർത്തി. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ നടന്നിട്ട് മാനവും കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത് മുജ്ജന്മ സുഹൃതം. ഇത്തവണ പുള്ളിയുടെ മേത്ത് മുള്ളിയും വെച്ച് തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും ആണെന്ന്. അങ്ങനെ ഒരു നാറ്റക്കേസ് ക്യാരക്ടറാണ് ഈ പടത്തിലുള്ളത്. നാണെന്താ പൊട്ടണോ എന്ന് ചോദിക്കണമെങ്കിൽ ഒരു ബുദ്ധി വേണമല്ലോ. അതുപോലും ഇല്ലാത്ത ഒരു പോലീസുകാരൻ. ഈ ആംഗ്യഭാഷയിൽ എന്തൊക്കെയോ ഇടയ്ക്ക് കാണിച്ച് കോപ്രായൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ലാത്ത അനസൂയമുണ്ട്, ഭരദ്വാജും ഉണ്ട്, സുനിൽ ചേട്ടനും.
എന്തോ ആഡ് ചെയ്ത്. പിന്നെ പടത്തിന്റെ അവസാനം ആകുമ്പോൾ പുള്ളി അനക്സ്പ്രേ ആവും, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അതായത് പ്രിയ 2K കിഡ്സ്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു കാര്യം പറയാം. അനക്സ്പ്രേ എന്നത് 90കളിൽ ഉണ്ടായിരുന്ന ഒരു പാൽപ്പൊടിയാണ്. അതിന്റെ പരസ്യവാചകമായിരുന്നു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ളത്. ഇപ്പോ ആ ബ്രാൻഡും പരസ്യവാചകം പോലെയായി, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പിന്നെ പടത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ പടം ഇങ്ങനെ വലിഞ്ഞു നീണ്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഉറക്കം പോലെ തോന്നി എന്നെ ഞെട്ടി എണീപ്പിച്ചത് പുഷ്പ പുഷ്പ, പിന്നെ മല്ലികമാണിന്റെ അമ്പുകള്, അങ്ങനെ DSPയുടെ ചില പാട്ടുകളാണ്. ഇപ്പോഴും 2009 നിന്നും ടൈം ട്രാവലർ ഒന്നും കിട്ടാതെ റോക്ക് സ്റ്റാർ DSP ട്യൂണുകൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും ചുമ്മാ ഈ പാട്ടുകളൊക്കെ കേട്ടിരിക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ തിയേറ്ററിൽ. അതാണ് പടം ബോറടിപ്പിക്കാതെ ഇരിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അത് പറഞ്ഞപ്പോഴോർത്ത് സിജു തുറവൂർ ഒരു വലിയ സംഭാവന ഇതിലൊരു പാട്ട് എഴുതിക്കൊണ്ട് നിർവഹിച്ചിട്ടുണ്ട്. അതാണ് ടപ്പേ നടി വരും മോനെ. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ പടം കണ്ടു കഴിഞ്ഞിറങ്ങുന്ന ബുദ്ധിയുള്ള പ്രേക്ഷകർക്കും ഇതിന്റെ മേക്കേഴ്സിനോട് പറയാനുള്ളതും ഈ പാട്ടിന്റെ വരികളായിരിക്കും. ഇജ്ജാതി പടവുമായിട്ട് ഇനി മേലാൽ വരികയാണെങ്കിൽ ടപ്പേ നടി തരുമേ, ടപ്പ 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 ടപ്പേ നടി തരുമേ, ടപ്പ ടപ്പ ടപ്പേ നടി തരുമേ. ആഹാ, വയലാർ എഴുതുവോ? ദോഷം പറയരുതല്ലോ. മിറാസ്ലോ ക്യൂബ ബ്രോസേക്ക്. പേടിക്കേണ്ട, സബ് ടൈറ്റിലൊന്നും തപ്പിപ്പോണ്ട. അദ്ദേഹമാണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നല്ല ക്യാമറയാണ് കേട്ടോ. പിന്നെ നവീൻ നൂലിയുടെ എഡിറ്റിംഗും കൊള്ളാം, VFXും മോശമില്ല. സോങ്സ് ഒക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ സ്ഥിരം DSP സ്റ്റൈലൊക്കെ ആണെങ്കിലും ആ ശ്രേയ ഘോഷാൽ പാടിയ ആ ഒരു സാമി പാട്ട്, പിന്നെ ടപ്പേ നടി തരും മോനെ, ഇതൊക്കെ ഒരു ഓളത്തിന് തിയേറ്ററിൽ കേൾക്കാൻ രസം ഉണ്ടായിരുന്നേ. കുറച്ച് നാളത്തേക്ക് അത് കേൾക്കാൻ ഒരു സുഖം ഉണ്ടായിരിക്കും. പിന്നെ സെന്റി ഭാഗത്തെ സീരിയൽ ടൈപ്പ് BGM തിയേറ്ററിൽ വൻ കൂവലാണ് സൃഷ്ടിച്ചത്. പിന്നെ പറയാനുള്ള സ്റ്റണ്ട്, ഈ ലോജിക്ക്, ഫിസിക്സ്, ഗ്രാവിറ്റി, ജോഗ്രഫി, മറ്റ് ശാസ്ത്രീയ വശങ്ങളോടൊപ്പം നമ്മുടെ കോമൺ സെൻസ്, തലച്ചോറ് ഇതൊക്കെ മാറ്റി വെച്ച് കണ്ടാൽ പോലും ഇതിലെ ആക്ഷൻ സീനുകൾ ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരാവശ്യമില്ലായിരുന്ന ഒരു സെക്കൻഡ് പാർട്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് ഭയങ്കര ക്ലാസിക് ആണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഒരു ആവറേജ് പടം, ബട്ട് എന്റർടൈനിങ് ആയിരുന്നു പുഷ്പ 1. ഇത് വളരെ മോശം സ്ക്രിപ്റ്റ്, മോശം പെർഫോമൻസുകൾ, മോശം മേക്കിംഗ് ഒക്കെ കൊണ്ട് ബിലോ ആവറേജിലും ബിലോ ആയ വളരെ ലോ ലെവലിൽ വന്ന ഒരു പടമാണ് പുഷ്പ 2. ഈ വർഷം ഞാൻ തിയേറ്ററിൽ കണ്ട ഏറ്റവും തല്ലിപ്പൊളി പടങ്ങളിൽ ഒന്നാണിത്. കഴിഞ്ഞ വർഷം ഇതേ സമയം സവാലോ അങ്ങനെ തോന്നില്ലേ, ഇത്തവണ പുഷ്പ 2. സോ എനിക്കിഷ്ടമായില്ല, ബട്ട് ഇറ്റ്സ് മൈ ഒപ്പീനിയൻ ഉള്ളി. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായമായിരിക്കില്ല, നിങ്ങൾക്ക് ഇതൊരു ക്ലാസിക് ആയിട്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. സോ നിങ്ങൾ കണ്ടവരെ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ ചില കൂട്ടുകാർ വന്ന് പറയാം ഇവന്മാരൊക്കെ പെയ്ഡാണ്, ഇവന്മാരുടെ റിവ്യൂ ഒന്നും ശ്രദ്ധിക്കരുത്, നിങ്ങൾ പോയി പടം കണ്ടോ, നല്ല പടവാ മച്ചാനെന്ന്. അപ്പൊ അവരോട് പറയണം. ബൈ ദ വേ, ഈ മോദിജിയും പിണറായി വിജയൻ സാറും ഒക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. ശ്രീവല്ലിക്ക് എപ്പോഴാണ് ആഗ്രഹം തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ശരി എന്നാ, ടപ്പേ നടി തരുമോ, അങ്ങനെ എല്ലാ വരികളും ടപ്പ് ടപ്പ ടപ്പ ടപ്പ് ടപ്പ ടപ്പ ടപ്പേ.